14-ാം രാവിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ അവസാനമായി പാടാനെത്തുന്നു ഇശൽ മുറുക്കം റൗണ്ടിൽ മനീഷ. ഹായ്, എൻ്റെ പേര് മനീഷ. ഞാൻ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്.
പെർഫോമൻസ്. താങ്ക് യു. മുമ്പ് ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് ഈ പാട്ടിനെ കുറിച്ചുള്ള ഹിസ്റ്ററി ഫൈസൽ സാറിനോട് ചോദിച്ചറിഞ്ഞാലോ? ചോദിക്കാം. ഫൈസൽ സാർ. ഈ പാട്ട് നമ്മുടെ ഈ 14 രാവിന് വേണ്ടി പഠിച്ചതാണോ, അല്ലെങ്കിൽ അതിന് മുമ്പ് ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുമില്ല. എന്താണ് വിഷയം എന്ന് മനസ്സിലായോ? മനീഷക്ക് മനസ്സിലായതൊന്നും പറ. ഒരു കോട്ടയാണെന്ന് മനസ്സിലായി. ഒരു കോട്ടയാണെന്ന് മനസ്സിലായി. പിന്നെ അത് തെറ്റൊന്നുമില്ല. ഈ പാട്ട് പുസ്തകത്തിൻ്റെ പേര് തന്നെ ഇഫിരീത്തിൻ്റെ കോട്ട എന്നാണ്. ഇത് ഈ ചിന്നുകളുടെ കൊട്ടാരത്തെക്കുറിച്ചും അവിടുത്തെ കഥകളും കാര്യങ്ങളും അവിടെ സങ്കടം പറയുന്നതും ഒരു സംഭവമാണ് ഇത് പറയുന്നത്. പിന്നെ ചരിത്രത്തിൽ ഉള്ളതും ഇല്ലാത്തതും, ഉള്ള കഥകളും പറയാറുണ്ട്, ഇല്ലാത്തതും പറയാറുണ്ട്. അങ്ങനെ ഈ പാട്ടുകളിലൊക്കെ വിഷയം ഇപ്പോൾ ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാലൊക്കെ നമുക്ക് വായിച്ചാലറിയാം. മോയിൻകുട്ടി വൈദ്യരുടെ അതിലൊക്കെ ഒരുപാട് ഫാൻറ്റസിയാണ്. അതേപോലെ അത്തരം കഥകൾ, സംഭവങ്ങളൊക്കെ നമ്മളെ പാട്ടിന് വിഷയമാക്കിയിട്ടുണ്ട്. അതാണ് ഇഫിരീത്തിൻ്റെ കോട്ട എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഒരു കഥ. നമ്മുടെ KG സത്താർക്ക അദ്ദേഹമാണ് ഈ പാട്ട് പാടിയതെന്ന് മനസ്സിലായോ? അറിയോ? മനീഷ പിന്നെ ഈ പാട്ട് തിരഞ്ഞെടുത്തപ്പോൾ സത്താർക്കയുടെ പാട്ടാണെന്ന് അറിയായിരുന്നോ? ഇല്ല. അറിയില്ല. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ മനീഷ ഇതിൻ്റെ തിരഞ്ഞെടുപ്പിനെ ഞാൻ അഭിനന്ദിക്കുക. കാരണം ഈ സാധാരണ ഒരു മെയിൽ പോർഷൻ അങ്ങനെയാണിതിപ്പോൾ മെയിൽ സിംഗേഴ്സ് അത് പാടാറുള്ളത്. മാപ്പിളപ്പാട്ടിലെ കെസ് എന്ന് പറയുന്ന ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈശലാണ് കെസ്. മയൂര നൃത്തം എന്നൊക്കെ പറയാം മാപ്പിളപ്പാട്ടിലെ. ഇത്ര ഒരുപാട് ഇപ്പോൾ ആകെ ചുറ്റിലകത്തിലെ മെത്തന കേട്ടില്ലേ? അതൊക്കെ ഇതാണ് കെസ്സാണ്. സംഗൃത പമകരി ഇതൊക്കെ കെസ്സാണ്. അപ്പോൾ അതിൻ്റെ ഈ പാട്ട് സാധാരണ പല പാട്ടുകൾക്കും മലയാളത്തിലെ വൃത്തങ്ങളോടോ അറബി വൃത്തങ്ങളോടോ സാമ്യമുണ്ടാവും. എന്നാൽ കെസ് എന്ന് പറയുന്ന ഈ ശൈലിക്ക് അത് മാപ്പിളപ്പാട്ടിൻ്റെ സ്വന്തമാണ്. മാപ്പിളപ്പാട്ട് സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത, മാപ്പിളപ്പാട്ടുകാർ സൃഷ്ടിച്ചെടുത്ത ഒരു ഈശലാണ്, ഈ വൃത്തമാണ് കെസ്. ആ കെസ്സിലെ പാട്ട് സാധാരണ സ്ത്രീകൾ പാടാറില്ല. കാരണം അതിന് വേറെ ചില ഒരു പെർഫോമൻസിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. നല്ല ചടുലമായ താളമൊക്കെ ആയിരിക്കും അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹസമാണ് മനീഷ കാട്ടിയത്. ഏറ്റവും ഹിറ്റായ ഒരു പാട്ടാണ്. KG സത്താർക്കയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ടാണ്. ഓക്കെ, നല്ല തിരഞ്ഞെടുപ്പാണ്. താങ്ക് യു സർ. മനീഷ, ജഡ്ജ്മെന്റ് അറിയണ്ടേ? ആരോട് ആദ്യം ചോദിക്കേണ്ടത്? റഹ്ന മാം. മനീഷ നന്നായി പാടി. താങ്ക് യു. നമ്മൾ ചില ഇങ്ങനെ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയോ ഒരു ഒരു ചേഞ്ച്, ഒരു ശബ്ദം അല്ലേ എന്നൊക്കെ പറയണ പോലത്തെ ഒരു വോയിസ്, ഒരു പ്രത്യേകതയുണ്ട് മോളുടെ ശബ്ദത്തിന് കേട്ടോ. പിന്നെ ഇതിന് എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി സ്പീഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടുന്ന് കേൾക്കുമ്പോൾ മോളത് കൂളായിട്ട് തന്നെയാണ്. കാരണം ഇത്തിരി ഒരുപാട് ലെങ്തി അല്ലേ സോങ്. മോളതൊക്കെ നന്നായിട്ട് തന്നെ എടുത്തു. പക്ഷെ എനിക്കൊരു ഇത്തിരി കുറച്ചും കൂടി ഒന്ന് നമുക്കൊന്നും കൂടി വ്യക്തമാവാൻ വേണ്ടിയിട്ട് ഇത്തിരിയും കൂടി ഒന്ന് കുറയ്ക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടപ്പോൾ. പിന്നെ മോള് പാടുന്ന അതേപോലെ തന്നെ ഓർക്കസ്ട്രയും നന്നായിട്ട് അതിന് ഒരു മത്സരം പോലെയാണ് എനിക്ക് തോന്നിയത്. നന്നായിട്ട് അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ തബല അവർ നന്നായിട്ട് ആ സെക്ഷൻ നല്ലൊരു അതിൻ്റെ ആ ടൈമിങ് ശരിക്ക് നോക്കിയാൽ നല്ലൊരു നിങ്ങളാ ഒരു മോള് പാടുന്നതും ഓർക്കസ്ട്രയുടെ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതൊരു നല്ല ഒരു നമുക്ക് കേൾക്കാനും മൊത്തം ഒരു ആ ഒരു കാണാനൊക്കെ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ മോള ശബ്ദം ശ്രദ്ധിക്കുക. താങ്ക് യു മാം. ഷാൻ സർ. മനീഷ നന്നായിരുന്നു. ഞാൻ പകുതി സമയവും മനീഷയുടെ സിംഗിങ് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ മനീഷയുടെ വോയിസിലായിരുന്നു മുഴുവൻ. ഞാൻ മനീഷയുടെ വോയിസിൻ്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ. താങ്ക് യു സർ. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ടൈപ്പ് വോയിസ് അല്ല. അപ്പോൾ അത് എന്തായാലും ഈ വോയിസ് മാക്സിമം പോവാതെ നോക്കുക. സിംഗിങ് ഒക്കെ നന്നായിരുന്നു. ഓർക്കസ്ട്രയുടെ ഒരു സോളിഡ് ബാക്കിംഗ് എന്തായാലും മനുഷ്യക്കുണ്ടായിരുന്നു. അപ്പം ഓർക്കസ്ട്രക്ക് പ്രത്യേകം സൂപ്പർ. താങ്ക് യു സർ. ഫൈസൽ സർ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ശരീരത്തിൽ നിന്നാണ് ഈ ഒരു ഇത്രയും കെസ് പാട്ട് പാടിയത് എന്ന് നമ്മൾ അത്ഭുതപ്പെടേണ്ടി വരും. കാരണം ഈ പാട്ട് പാടാൻ നല്ല ആരോഗ്യം വേണം. മാപ്പിളപ്പാട്ടിൻ്റെ ഈ ഒരു പാട്ടിൻ്റെ ശൈലി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ വോയിസിനെ കുറിച്ച് ഇവരൊക്കെ പറഞ്ഞല്ലോ, എന്തായാലും ഒരു പ്രത്യേകതയുള്ള വോയിസാണ്. അപ്പോൾ അതിന് നമ്മുടെ ശബ്ദത്തിന് പറ്റിയ പാട്ടുകൾ തിരഞ്ഞെടുക്കുക. മുമ്പ് പാടിയ പാട്ട് ഏതാ? മനുഷ്യ നീ മറന്നിടുന്നു. അതും ഒരു മുള വോയിസിന് ഇണങ്ങുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ പാട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത്ര നമുക്ക് പറ്റിയ പാട്ട് തിരഞ്ഞെടുക്കുക. നമ്മുടെ വോയിസ് ശ്രദ്ധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാവരും പാടുന്ന പാട്ട് പാടിയതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് പറ്റിയ ഒരു പാട്ട്, എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്ന ഒരു പാട്ട്, അവിടെയാണ് അത് ശ്രദ്ധിക്കപ്പെടുക. ഇത് ഒരുപാട് ആളുകൾ കാണുന്ന, ഞങ്ങൾ കുറച്ച് ആളുകൾ ഈ ഫ്ലോറിലുള്ള മാത്രമല്ല കാണുന്നത്,
ഇത് ലക്ഷക്കണക്കിന് ആളുകളാണല്ലോ കാണുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാവുന്ന തരത്തിലുള്ള പാട്ടുകളാണ് തിരഞ്ഞെടുക്കുന്നത്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഇനി മാർക്സ് ചോദിച്ചറിയാം. ഫൈസൽ സർ, ഔട്ട് ഓഫ് 30. ഞാൻ 23 മാർക്ക്. 23 ഔട്ട് ഓഫ് 30. റഹ്ന മാം, ഔട്ട് ഓഫ് 30. 24. 24 ഔട്ട് ഓഫ് 30. ഷാൻ സർ. മനീഷ ഒരു എക്സ്ട്രാ മാർക്ക് വോയിസിന് തന്നുകൊണ്ട് 24. ടോട്ടൽ മാർക്ക് 71 ഔട്ട് ഓഫ് 90. നല്ല മാർക്സ് അല്ലേ കിട്ടിയിരിക്കുന്നത്? ഹാപ്പി അല്ലേ? ഹാപ്പി. അടുത്തത് ഹിഡൻ മാർക്സ്. ഓവർ ടു ജഡ്ജസ്. മനീഷൻ്റെ ആണ് ഈ ഷെഡ്യൂളിലെ അവസാനത്തെ പെർഫോമൻസ്. ഹിഡൻ മാർക്സ് റിവീൽ ചെയ്യാൻ ഇനി അധികം സമയമില്ല. ഓക്കെ, നെക്സ്റ്റ് ടൈം ഇതിലും നന്നായി പെർഫോം ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. മനീഷ, എവിടെയെങ്കിലും പോവാനുണ്ടായിരുന്നോ? ഭയങ്കര സ്പീഡായിരുന്നല്ലോ പാട്ടിനൊക്കെ. എന്തുപറ്റി? അല്ല, അത് ഒറിജിനൽ സ്പീഡാണ് പാട്ടിൻ്റെ. സ്പീഡായിരുന്നു. ഓക്കെ, ഷാൻസർ നല്ല കമന്റ്സ് ആണ് പറഞ്ഞിരിക്കണേ. ഒരു അടിപൊളി ഫാനാണ് കിട്ടിയിരിക്കണേ. സന്തോഷായില്ലേ? ഒരുപാട് സന്തോഷം. 71 മാർക്സ് കിട്ടിയില്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി. ആരുടെ കമന്റ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെ? 3 പേരുടെയും കമന്റ് ഇഷ്ടമായി. ഓഗസ്റ്റ നന്നായി സപ്പോർട്ട് ചെയ്തില്ലേ? നന്നായി സപ്പോർട്ട് ചെയ്തു. കമലച്ചേട്ടന് ഒരു ട്രീറ്റ് കൊടുക്കണ്ടേ? ബിരിയാണി ഞാൻ കൊടുക്കും. എപ്പോൾ കൊടുക്കും? ഞാനും കൂടെ വരാം. നാളെ കൊടുക്കാം. നാളെ കൊടുക്കും. ശരി. അപ്പോൾ 71 മാർക്സ് കിട്ടിയിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. വിചാരിച്ചതുപോലെ സ്കോർ ചെയ്യാൻ പറ്റിയോ? ആ കുഴപ്പമില്ല. 71 മാർക്സ് കിട്ടിയിരിക്കുന്നത് കുഴപ്പമില്ലാത്ത മാർക്സ് ആണ്.